പറഞ്ഞു പറ, നമ്മൾ ഈ കടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു, ഇപ്പൊ പാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പഴയ കാര്യങ്ങൾ പറവാറു. പഴയ കാര്യങ്ങളൊക്കെ എനിക്കിപ്പം അന്നത്തെ അതേ സ്വീറ്റ് ബണ്ണ് ഞാൻ പണ്ടിരുന്ന് കഴിക്കുന്നത്, ആ ബണ്ണും ആ ബർഗറും ആയിരുന്നു എൻ്റെ ആഹാരം. അതാണ് എൻ്റെ വെയിറ്റിന്റെ രഹസ്യം. ഇവർക്ക് എപ്പോഴും ഇങ്ങനത്തെ ബർഗർ അതുപോലത്തെ സാധനം കിട്ടിയാൽ മതി, പിന്നെ വേറെ ഒന്നും വേണ്ട. ചുമ്മാ നോണ പറയുന്നത്. ഞാൻ ബർഗർ കഴിക്കാറില്ല, ഇവിടുത്തെ ബർഗർ മാത്രമേ ഇവിടുത്തെ ബർഗർ. പിന്നെ കേരള റൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഹൈദരാബാദ് വരുമ്പോ കേരള ഫുഡ് കഴിക്കാൻ അങ്ങനെയാണ് കാഴ്ച. ഞാൻ ഇങ്ങനെ ആയിരുന്നു. നേരത്തെ ഞാൻ വെയിറ്റ് കുറവായിരുന്നു കേട്ടോ. അത് ശരിയാണ്, നേരത്തെ വെയിറ്റ് കുറവാണ്. ഇപ്പൊ കുറച്ച് വെയിറ്റ് നല്ലപോലെ വെച്ചിട്ടുണ്ട്. അതല്ലേ, ഇവിടുന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് വെയിറ്റ് കുറവായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം തൊട്ട് ആ ഒരു കേരള റൈസ് അവർക്ക് വേണം, എങ്ങനെയാണേലും വേണം. അത് മെസ്സുകാരുടെ തടിയിട്ടിട്ടായാലും കേരള കഫേന്ന് വാങ്ങിച്ചിട്ടായാലും. ഇപ്പൊ ഇവിടത്തെ ഹോസ്റ്റലിൽ നിന്ന് മെസ്സ് ഇത് കേരള റൈസ് നിർത്തലാക്കി. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റൈസ് കിട്ടാതെ ചത്ത് കിടന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. അതാണ് പണ്ടത്തെ അതേ കടക്കാരും അതേ ഇതും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. എല്ലാരും പഴയ പോലെ തന്നെ, ഞാനും ആ പഴയ തന്നെയാണ്. നീ കുറച്ചും കൂടെ വെയിറ്റ് വെച്ചു. ഞാനത് അടിച്ചായി. എന്ത് ചെയ്യാം. എന്താ നിന്റെ പോമെട്രിക്കിനെ കുറിച്ച്? ഇപ്പൊ പോമെട്രിക് വരെ പഠിക്കാൻ വരുന്ന പിള്ളേർക്കൊരു കുറച്ച് ഇൻസ്പിറേഷൻ പറയുകയാണെങ്കിൽ, ഈ വരുന്ന കൊച്ചു എന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിനെ കാണിക്കാൻ പറ്റില്ല, പ്രൈവസി കൺസേൺ പറയൂ. ഇപ്പൊ എന്നെ അവള് എന്ത് വിളിക്കാനും അക്കാന്ന് വിളിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞോ. ശരിക്കും പറഞ്ഞാല് അക്ക ഇന്റർവ്യൂ എടുക്കാൻ നാട്ടിൽ നിന്ന് വന്നേന്ന് പറയണേ. ഓക്കെ. നീ നിന്റെ പോമെട്രിക്കിനെ കുറിച്ച് പറ. ശരിക്കും പറഞ്ഞാൽ പ്രോമെട്രിക് ഞാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആയതുള്ളൂ. നീ എന്തൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്? ജർമ്മൻ പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു OET ആയിരുന്നു. അതൊരു വലിയ കഥയാണ്. അതെനിക്കൊരു വീട്ടുകാരൊരാളെ ആലോചിച്ചു, അവർക്ക് OET ഉള്ള പെണ്ണിനെ തന്നെ വേണോന്ന്. അങ്ങനെ പാറു പാവായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മാതാപൂർ ഹോസ്റ്റലിൽ ഇരുന്ന് പാറു ഇങ്ങനെ പഠിക്കും OET. ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എവിടെ പുറത്തോട്ട് ഒന്നും വാടി പാറു കുറച്ചേരം കറങ്ങിയിട്ട് വരടി. ഇല്ലടി എനിക്ക് OET ക്ലാസ് ഉണ്ടടി എന്ന് പറഞ്ഞ് പാവം പാറു നടന്നയാ. അങ്ങനെയാണ് OET പഠിച്ചത് പറഞ്ഞാൽ ഒരു 2-3 മാസം. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ പഠിച്ചാ. പക്ഷെ അങ്ങനെ നമ്മൾ OET കംപ്ലീറ്റ് ചെയ്ത് OET എന്താ പേപ്പർ കിട്ടിയെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. പുള്ളി വേണ്ടെന്ന് പറഞ്ഞപ്പം പാറു OET പഠിത്തം നിർത്തി. അവര് വലിയ വലിയ ടാസ്ക് ഒക്കെ നമുക്ക് തരും, അതും വലിയ ഇംഗ്ലീഷിലുള്ള ലെറ്ററുകള് അങ്ങനൊക്കെ. അതല്ല പ്രശ്നം, പാറു എന്തുകൊണ്ട് OET നിർത്തി? കല്യാണം വേണ്ടാന്ന് വിചാരിച്ചപ്പോ പാറു വിചാരിച്ച് എനിക്ക് OET വേണ്ടെന്ന്. അങ്ങനെ പാറു OET അങ്ങ് വെറുത്തു. പിന്നെ പാറു പഠിച്ചാണ് എന്ത്? ഞാൻ ജർമ്മൻ പഠിച്ചു. പക്ഷെ നിങ്ങൾ വിചാരിക്കില്ല ഞാനപ്പോ ജർമ്മനിയിലാണ്. ശരി, ജർമ്മൻ പഠിച്ചു. ജർമ്മൻ ABCD പഠിച്ചു പാറു. ഇൻട്രൊഡക്ഷൻ. ജർമ്മനി എനിക്ക് അപ്പൊ ഭയങ്കര ആവേശമായിരുന്നു. കാരണം സാലറി ഇത്രയും കിട്ടുമല്ലോ ജർമ്മൻ പഠിച്ചിട്ട്, ഇപ്പൊ എന്തെങ്കിലും മറിക്കാലോ എന്നൊക്കെ വിചാരിച്ചു. ജർമ്മനി പോകും. ഈ ABCD തൊട്ട് ഞാൻ എല്ലാം പഠിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ പണിയല്ല ജർമ്മനിയിൽ. അങ്ങനെ ജർമ്മൻ നിർത്തി. അതോടുകൂടി ഞാൻ ജർമ്മനി നിർത്തി. ഇപ്പൊ പാടു പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് പോമെട്രിക്ക്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഇതിലോട്ട് പ്രോമെട്രിക്ക് ചേർന്നു. അങ്ങനെ പോമെട്രിക്കിനെ കുറിച്ച് പറയാറു. പ്രോമെട്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അക്കാഡമി. അതും പാടാണ് ഗൈസ്. അതും കുറച്ച് നാൾ കഴിയുമ്പം പാടിന് നിർത്തണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടുത്തെ പക്ഷെ നല്ലൊരു അക്കാഡമിയാണ്. അക്കാഡമി പുള്ളി ഭയങ്കര കലിപ്പാണ്. അതുകൊണ്ട് പാറു പേടിച്ചിരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് പഠിച്ചിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പഠിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്കുള്ള കഴിക്കാനുള്ള വന്നു. പാറു എടുത്തിട്ട് ഞാൻ ഇവിടെ കുത്തിയിരിക്കുന്നു. പാവന്റെ പാറു. ഓക്കെ, വാവ്, പണ്ടത്തെ അതേ ബർഗർ വന്നു ഗൈസ്. അതേ ബർഗർ ഗൈസ്. എനിക്ക് ബർഗറിന്റെ ഇഷ്ടമുള്ള സംഭവം എന്താണെന്നറിയാം? പാർക്കൊന്ന് പിടിച്ചു തരുമോ മൈക്ക്? അല്ലല്ല, ബർഗർ നമ്മുടെ അവിടുത്തെ കണക്ക് ബർഗർ ഒന്നും അല്ല. ഇത് കണ്ടോ, ഇതാണ് ബർഗർ. ഇവിടുത്തെ ചിക്കൻ തോരനും മയോണൈസും നല്ല രീതിയിലാണ് അവരിത്. ഓ പറയടി പറോ. കണ്ടതിന് നമുക്കിത് കഴിക്കാൻ തോന്നി. മറ്റേ ബർഗർ ഇഷ്ടമല്ല. ഈ കടയിൽ തരുന്ന ബർഗറിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അത് ഈ കടയുടെ സ്പെഷ്യൽ കൊണ്ടാണോന്ന് അറിയില്ല. അതെനിക്കറിയത്തില്ല. ഇവര് ഹോംലി ഹോം മെയ്ഡ് സംഭവം ഒന്നും പറഞ്ഞു വെച്ചിരോ നിനക്ക് വെക്കാറിയത്തില്ല. ഒരു മിനിറ്റ് ഗൈസ്, എനിക്ക് അങ്ങനെ പറയാം. ഇനി നമുക്ക് ഫുഡിനെ കുറിച്ച് അറിയാം. പാറു കഴിച്ചോ? എങ്ങനെ ടേസ്റ്റ്? പിന്നെന്താ കഴിക്കാം. ഓ, അതെനിക്ക് ഇഷ്ടമില്ല.
ഐ ലൈക്ക്. പക്ഷെ ഇത് പൊട്ടിക്കുന്ന കാര്യമാണ്. പണ്ടത്തെ അതേ ടേസ്റ്റ് പണ്ടുണ്ടാക്കുന്ന ചേച്ചി തന്നെ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. സോ യമ്മി. ഇതും കൂടെ എടുത്ത് പറഞ്ഞു വേണ്ട. കഴിക്കും. ഇതൊരെണ്ണം നവീനം വെച്ചോട്ട് എടുക്കണം. എനിക്ക് ഇവിടുത്തെ ബർഗറാണ്. ഞാൻ ബർഗർ എന്ന് പറയുമ്പം ഞാൻ പറയാം ഹൈദരാബാദിൽ എൻ്റെ ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബർഗർ കടയുണ്ട്. ആ ബർഗർ എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ ബർഗറാണ് ഈ ബർഗർ. എന്തായാലും പറ. നാട്ടില് അമ്മയൊക്കെ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ പോകാറുണ്ടോ? നാട്ടിൽ പോകാറില്ല. പിന്നെ എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. സാറ് നാട്ടിൽ പോകാറില്ല. ഒരു ബർഗർ കൊള്ളാം കേട്ടാ. ആരേലും എന്നെ പോലെ ബർഗർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ബർഗർ കഴിക്കണമെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു ചീസിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർ കഴിക്കണമെന്ന് വിചാരിച്ച് വരുവാണെങ്കിൽ ഇവിടുത്തെ ബർഗർ ട്രൈ ചെയ്യണം ഗൈസ്. സൂപ്പർ. ഒന്നും പറയില്ല. എനിക്കറിയില്ല, ഇത്ര പെട്ടെന്ന് നീ പോകുമെന്ന് വിചാരിച്ചില്ല. ഒരു ദിവസം നിനക്ക് ഇവിടെ നിൽക്കായിരുന്നു. എന്ത് ചെയ്യാം, എന്തായാലും ഇടയ്ക്കൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കല്യാണാലോചനയും കൊണ്ടാണ് വന്നത്. പക്ഷെ പാറുവിനെ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പിക്കപ്പ് ലൊക്കേഷൻ ഓട്ടോ മാറി വേറെ വീട്ടിൽ പോകുന്നു ഗൈസ്.